സൂര്യൻ ഒരുനാൾ കത്തിത്തീരും എന്ന് കേട്ടാൽ നിങ്ങൾ ഭയപ്പെടുമോ? എന്നാൽ ഇത് സത്യമാണ്. ഏതാണ്ട് 1000 കോടി വർഷങ്ങൾക്ക് ശേഷമേ അത് സംഭവിക്കൂ. സൂര്യൻ ഭൂമിയുടെ എല്ലാമാണ്. കാരണം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് സൂര്യനെ ആശ്രയിച്ചാണ്. എന്തിലേറെ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പ് പോലും സൂര്യനെ ആശ്രയിച്ചാണ്. ഹിന്ദുമതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ സൂര്യനെ ദൈവമായിട്ടാണ് സങ്കൽപ്പിക്കുന്നത്. മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അന്നവും വെളിച്ചവും നൽകുന്ന എല്ലാ കാലത്തും കത്തിജ്വലിച്ചു നിൽക്കുന്ന ഊർജ്ജസ്രോതസ്സാണ് സൂര്യൻ. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ പകരം വയ്ക്കാൻ സൗരയൂഥത്തിൽ മറ്റാരുമില്ല. അപ്പോൾ സൂര്യൻ ഇല്ലാതായാൽ ഭൂമിയുടെ നിലനിൽപ്പും അപകടത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സൂര്യൻ ഇപ്പോൾ പതിവില്ലാത്ത വിധം തിളച്ചുമറിയുകയാണ്. ശാസ്ത്രലോകം മൊത്തം ആശങ്കയിലാണ്. സൂര്യൻ അതിന്റെ മധ്യവയസ്സിലൂടെയാണ് കടന്നുപോകുന്നത്. അതായത് സൂര്യന്റെ ആയുസ്സിന്റെ പകുതി പിന്നിട്ടുവെന്ന് അർത്ഥം. 4.6 ബില്യൺ വർഷത്തോളം പ്രായമായി സൂര്യനെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള സൂര്യനിലെ വിസ്ഫോടനങ്ങൾക്ക് കാരണം. ഇപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ഇനിയും 5 ബില്യൺ വർഷങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഇന്ധനം നമ്മുടെ സൂര്യന്റെ പക്കലുണ്ട്. എന്നാൽ സൂര്യതാപത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്തുചെയ്യാൻ നമ്മുടെ അച്ഛൻ മധ്യവയസ്കനായി എന്നുള്ള വസ്തുത മനസ്സിലാക്കും. എന്തായാലും സൂര്യന്റെ വിധി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. സ്റ്റെല്ലാർ ലൈഫ് സൈക്കിളിൽ മറ്റു നക്ഷത്രങ്ങളെപ്പോലെ സൂര്യനും ഒരിക്കൽ ഒരു വലിയ ചുവന്ന നക്ഷത്രമായി കത്തിയെരിഞ്ഞു തീരും. അതിന് പ്രധാന കാരണങ്ങളിലൊന്നായി പറയുന്നത് സൂര്യനിലെ രാസമാറ്റങ്ങളാണ്. ഭൂമിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. മുമ്പ് നടന്ന കാര്യങ്ങൾ കൊണ്ട് ഭൂമിയിലെ പല ജീവജാലങ്ങളും അപ്രത്യക്ഷമായിരുന്നു. അതുപോലെ ഇനിയും സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറയാനാവില്ല. ഒരു പ്രധാന നക്ഷത്രമെന്ന നിലയിൽ സൂര്യൻ അതിന്റെ മധ്യത്തിൽ നിന്നും ഹൈഡ്രജനെ ഹീലിയത്തിലേക്ക് സംയോജിപ്പിച്ച് നമ്മുടെ ഗ്രഹത്തെ ചൂടാക്കുന്ന ഊർജം പുറത്തുവിടുന്നു. എന്നാൽ ഈ പ്രക്രിയ നിരന്തരം നടക്കണമെന്നില്ല. എന്ന് സൂര്യന്റെ മധ്യഭാഗത്തുള്ള ഹൈഡ്രജൻ തീരുന്നുവോ അന്ന് സൂര്യൻ അതിന്റെ അടുത്ത അവസ്ഥയിലേക്ക് മാറും. അതിനെ ശാസ്ത്രലോകം പറയുന്നത് ദി റെഡ് ജെയിന്റ് സ്റ്റേജ് എന്നാണ്. അതായത് സൂര്യൻ ഒരു വലിയ ചുവന്ന ഗോളമായി മാറും. ഏകദേശം 5 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ സൂര്യൻ ഒരു ചുവന്ന ഭീമനായി രൂപാന്തരപ്പെടുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇത് ഭ്രമണപഥത്തിൽ ക്രമാതീതമായി വികസിക്കുമ്പോൾ ബുധനെയും ശുക്രനെയും ഭൂമിയെയും വിരുന്നു. അങ്ങനെ അത് വികസിക്കുമ്പോൾ സൂര്യന് അതിന്റെ പുറം പാളികൾ നഷ്ടപ്പെടും. അത് വളരെ വേഗതയിലേക്ക് നീങ്ങുകയും അതിശയകരമായ ഒരു ഗ്രഹമായി മാറുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ എല്ലാമായ സൂര്യൻ ഈ സൗരയൂഥത്തിൽ സംഹാര താണ്ഡവമാടും. മറ്റു ഗ്രഹങ്ങളെയെല്ലാം ചുട്ടുകളയുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യൂ. 0 ചുവന്ന ഭീമാകാരമായ ഘട്ടത്തിനുശേഷം സൂര്യന് അതിന്റെ പുറം പാളികൾ ഇല്ലാതാകുകയും ഒരു ചൂടുള്ള കാമ്പ് അവശേഷിപ്പിക്കുകയും ചെയ്യും. അത് ഒടുവിൽ തണുത്ത് വെളുത്ത ദ്വാരമായി ചുരുങ്ങും. ഭൂമിയോളം വലിപ്പമുള്ളതും എന്നാൽ സൂര്യന് സമാനമായ പിണ്ഡമുള്ളതുമായ ഈ വെളുത്ത കുള്ളൻ ഇനി മുതൽ സംയോജനത്തിലൂടെ ഊർജം ഉത്പാദിപ്പിക്കില്ല. അങ്ങനെ ശതകോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അത് പതുക്കെ മങ്ങുകയും തണുത്തിരുണ്ട് കറുത്ത കുള്ളനായി മാറുകയും ചെയ്യും. ഈ അവസാന ഘട്ടം നമ്മുടെ സൂര്യന്റെ യാത്രയുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. ഒരിക്കൽ ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്ന ഒരു ആകാശഗോളമാണ് ഇപ്പോൾ നിർജീവമായ അവശിഷ്ടമായി മാറിയിരിക്കുന്നത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗേ ദൗത്യം നക്ഷത്രങ്ങളുടെ മാപ്പ് ചെയ്യുന്നതിനും നക്ഷത്ര പരിണാമം മനസ്സിലാക്കുന്നതിനും നിർണായകമാണ്. നമ്മുടെ സൂര്യനെപ്പോലെയുള്ള നക്ഷത്രങ്ങളിൽ പ്രവചനാതീതമായ മാറ്റങ്ങളാണ് അടുത്ത കാലങ്ങളിൽ നടക്കുന്നത് എന്നും അവയുടെ ആത്യന്തിക വിധി ഒരു വെളുത്ത കുള്ളൻ ആണെന്നും ഗേയുടെ ഡാറ്റ സ്ഥിരീകരിച്ചു. കൂടാതെ ഹബിൾ ബഹിരാകാശ ദൂരദർശിനി ഗ്രഹ നെബുലകളെ നിരീക്ഷിച്ചു. സൂര്യൻ ഒരു നീഹാരികയായി മാറുന്നത് എങ്ങനെയായിരിക്കുമെന്നതിന്റെ ദൃശ്യങ്ങൾ നൽകുന്നു. സൂര്യന്റെ ഭാവി പരിണാമത്തെക്കുറിച്ച് പഠിക്കാൻ റിസർച്ചർമാർ വിപുലമായ മോഡലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മോഡലുകൾ പ്രവചിക്കുന്നത് ചുവന്ന ഭീമൻ ഘട്ടത്തിൽ സൂര്യന്റെ പാളികൾ അതിവേഗതയിൽ പുറന്തള്ളപ്പെടുകയും ചുറ്റുമുള്ള നെബുലയിൽ സങ്കീർണമായ ഘടനകൾ സൃഷ്ടിക്കുകയും ചെയ്യും. ആ സമയം സോളാർ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സൂര്യൻ ഒരു ചുവന്ന ഭീമാകാരമായും പിന്നീട് ഒരു വെളുത്ത കുള്ളനായും രൂപാന്തരപ്പെടുത്തുന്നത് മുഴുവൻ സൗരയൂഥത്തിലും നാടകീയമായ സ്വാധീനം ചെലുത്തും. ഒരു പക്ഷേ അത് സോളാർ സിസ്റ്റത്തെ തന്നെ താറുമാറാക്കിയേക്കാം. എന്നാൽ വ്യാഴവും ശനിയും ഉൾപ്പെടെയുള്ള പുറം ഗ്രഹങ്ങൾ വികസിക്കുന്ന സൂര്യനാൽ താരതമ്യേന സ്പർശിക്കപ്പെടാതെ തുടരും. എന്നാൽ വർദ്ധിച്ച സൗരവാതവും വികിരണവും കാരണം അവയുടെ അന്തരീക്ഷം മാറിയേക്കാം. ഛിന്നഗ്രഹ വലയം തകരാറിലായേക്കാം. ഛിന്നഗ്രഹങ്ങളെ അകത്തെ സൗരയൂഥത്തിലേക്കോ ബഹിരാകാശത്തേക്കോ അയക്കും. അപ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. സൂര്യൻ ഒരു ചുവന്ന ഭീമനായി മാറുന്നത് ഭൂമിയിൽ അഗാധവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ ഘട്ടം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഗ്രഹത്തിന്റെ അവസാനത്തിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു. ഭൂമി പൂർണ്ണമായി വിഴുങ്ങിയില്ലെങ്കിലും ചുവന്ന ഭീമൻ സൂര്യനിൽ നിന്നുള്ള തീവ്രമായ ചൂടും വികിരണവും കാരണം ഭൂമിയെ വാസയോഗ്യമല്ലാതാക്കും. താപനില ക്രമാതീതമായി ഉയരും. സമുദ്രങ്ങൾ തിളച്ചുമറിയുകയും അന്തരീക്ഷത്തെ ബാഷ്പീകരിക്കുകയും ചെയ്യും.
ഉപരിതലം കരിഞ്ഞുപോകുകയും ശേഷിക്കുന്ന വെള്ളം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരിക്കൽ ഊർജ്ജസ്വലമായ നീലഗ്രഹം തരിശായ നിർജീവമായ പാറയായി മാറും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചില സൗരസ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം പറയുന്നു. 2018-ലെ മറ്റൊരു പഠനം പറയുന്നത് 100 കോടി വർഷങ്ങളാണ് മനുഷ്യന് ഭൂമിയിൽ സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുക എന്നാണ്. ഓരോ 100 കോടി വർഷത്തിലും 10% എന്ന നിരക്കിൽ സൂര്യന്റെ തിളക്കവും ഉപരിതല താപനിലയും കൂടുന്നുണ്ടെന്നാണ് ഈ പഠനം പറയുന്നത്. മുൻപ് സൂര്യന്റെ തിളക്കം ഇന്നുള്ളതിലും കുറവായിരുന്നു. അതായിരിക്കാം 100 കോടി വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ജീവന്റെ തുടിപ്പിന് കാരണമായതും. അടുത്ത 100 കോടി വർഷത്തിനുള്ളിൽ തന്നെ സൗരതാപനിലയിൽ വലിയ വർധനവ് ഉണ്ടാകും എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത് ഭൂമിയിലെ ദ്രവരൂപത്തിലുള്ള ജലം ബാഷ്പീകരിക്കപ്പെടുകയും ഇത് എല്ലാ ജീവജാലങ്ങളുടെയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാമെന്ന് കരുതപ്പെടുന്നു.